നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ജനുവരി മാസത്തിലെ 3 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. അതിലൊന്ന് ചൊവ്വയുടെ രാശിമാറ്റം. അത് 21-ാം തീയതി ചൊവ്വ മാറിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചൊവ്വയുടെ രാശിമാറ്റം കഴിഞ്ഞാൽ പിന്നെയുള്ളത് ബുധന്റെ രാശിമാറ്റമാണ്. 24/1/2025 ഉദയാൽപരം 27 നാഴിക 4 വിനാഴികയ്ക്ക്, അതായത് 5:41 PM ബുധൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ്. വളരെ കുറച്ചു കാലത്തേക്ക് മാത്രമാണ് ഈ രാശിമാറ്റം ഉണ്ടാകുന്നത്. അതായത് 11/2/2025 വരെ 18 ദിവസത്തേക്ക് മാത്രം. ഈ മാറ്റം 12 രാശിക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് നൽകുന്നത് എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം. മേടം രാശി. മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം ഈ 2.25 നക്ഷത്രം വരുന്ന മേടൻ രാശിക്കാർക്ക് അവരുടെ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ 10-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ എല്ലാ കാര്യങ്ങളും സമയാസമയം സാധിച്ചെടുക്കുന്നതിനുള്ള ഒരു യോഗം കാണുന്നു. എല്ലാ ലൗകിക സുഖങ്ങളും അതുപോലെ തന്നെ ബൗദ്ധികപരമായ എല്ലാ നേട്ടങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ്. 10-ാം ഭാവത്തിലേക്കുള്ള മാറ്റമായതിനാൽ കർമ്മരംഗത്തും അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. സുഖവും സമ്പത്തും ബലവും വിശേഷ വസ്ത്രാഭരണാദ്യ അലങ്കാരങ്ങളും വന്നു ചേരും. ബുദ്ധിയും യശസ്സും വിദ്യയും പാണ്ഡിത്യവും എല്ലാം സമയാസമയങ്ങളിൽ അനുഭവയോഗ്യമാകും. തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പൂർത്തീകരിക്കുന്നതിന് സാധിക്കും. ആയതിനാൽ ഈ കാലയളവിൽ മൂകാംബികാദേവിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമസ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് ഗുണഫലങ്ങൾ നൽകും. ഇനി ഇടവം രാശി. ഇടവം രാശി എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാന 3 പാദവും രോഹിണിയും മകയിരത്തിന്റെ ആദ്യ 2 പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാർക്ക് ബുധന്റെ 9-ാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം വിദ്യയും ധനവും വിഭവ സമാഹരണങ്ങൾ, അതായത് ഓരോരോ ആവശ്യത്തിനും ആവശ്യമുള്ള സാധനങ്ങൾ സമാഹരിച്ച് വയ്ക്കുന്നത്. അതിപ്പം ഓരോ പ്രവർത്തന മേഖലയിലുള്ളവർക്ക്, ഇപ്പൊ കെട്ടിടം പണിക്കാരാണെങ്കിൽ കെട്ടിടം പണിക്ക് ആവശ്യമായ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഏതൊക്കെ മേഖലയാണോ ആ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതാത് ആവശ്യത്തിനുള്ള വിഭവങ്ങളെല്ലാം സമാഹരിച്ച് വയ്ക്കുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ 9-ാം ഭാവം എന്ന് പറയുന്ന ഭാഗ്യസ്ഥാനമായതുകൊണ്ട് ചെറിയ തോതിലുള്ള ലോട്ടറി ഭാഗ്യമോ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ, നല്ലൊരു വീട്ടിലേക്കൊരു താമസം മാറുന്നതിനോ വീടിന്റെ പാലുകാച്ചൽ നടത്തുന്നതിനോ വീടിന് കല്ലിടിയിലോ അല്ലെങ്കിൽ വീട് പണിയാനുള്ള ഒരു പ്ലാൻ വരച്ചു കിട്ടുകയോ അങ്ങനെ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ, ഭാഗ്യവുമായി ബന്ധപ്പെട്ട് പുതിയ വസ്ത്രങ്ങൾ ആഭരണങ്ങളോ ഒക്കെ വാങ്ങുന്നതിനുള്ള സാധ്യതയോ തെളിഞ്ഞു വരുന്നതാണ്. ഇനി ധർമ്മവും സദാചാരവും നിലനിർത്തിക്കൊണ്ടുപോവാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യുക, ധർമ്മത്തിന് വേണ്ടി പോരാടുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. അതിലൊക്കെ വിജയിക്കുകയും ചെയ്യും. തനിക്ക് ഉചിതങ്ങളായ പ്രവൃത്തികളെ എല്ലാം ഓരോരുത്തർക്കും അവനവനനുസരണമായ അവനവന് ശരിയെന്നും തോന്നുന്ന രീതിയിൽ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തുവാനും അത് നടപ്പിൽ വരുത്തുവാനുള്ള ഒരു സാഹചര്യവും തെളിഞ്ഞു വരും. വാക്സാമർത്ഥ്യവും പൊതുവെ അവനവന്റെ വാക്സാമർത്ഥ്യം പ്രകടിപ്പിക്കാനുള്ള ഒരവസരവും വന്നു ചേരുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ ഒരു 18 ദിവസം ഏറ്റവും അനുകൂലമായ ഗുണഫലങ്ങൾ ഈ ബുധന്റെ രാശിമാറ്റം കൊണ്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ മകയിരത്തിന്റെ അവസാന 2 പാദവും തിരുവാതിരയും
പുണർദത്തിന്റെ ആദ്യ 3 പാദവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവത്തിൽ നിന്ന് രാശ്യാധിപൻ, മിഥുനൻ രാശിയുടെ രാശ്യാധിപനായ ബുധൻ 7ാം ഭാവത്തിൽ നിന്നും അഷ്ടമഭാവത്തിലേക്ക് വരുന്നതിനാൽ പ്രസിദ്ധി ഉണ്ടാവുന്നതാണ്. എഴുത്തുകൃത്തികളിലോ കലാരംഗത്തോ കായിക ഏതെങ്കിലും മേഖലകളിൽ എന്തെങ്കിലും അംഗീകാരമോ പ്രോത്സാഹനമോ ലഭിക്കാവുന്നതാണ്. ചിലപ്പോൾ അവാർഡുകൾ തന്നെ കിട്ടുവാനുള്ള യോഗം വന്നു ചേരാം. പിന്നെ എന്തെങ്കിലുമൊക്കെ കർമ്മനിരത, എന്തെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു ഗ്രൂപ്പിൻ്റെയൊക്കെ നേതാവായി തീരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പലതരത്തിലുള്ള വസ്തുക്കള് അതുപോലെ തന്നെ ചില സാധനങ്ങളൊക്കെ അനുഭവയോഗ്യമായി വരും. പൂർവികരുടേതായോ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ദാനമായോ സന്തോഷപൂർവ്വം ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ ചിലപ്പോൾ അവരിൽ നിന്നൊക്കെ വിശിഷ്ടപ്പെട്ട വിലപിടിപ്പുള്ള വസ്തുതകൾ ദാനമായോ സമ്മാനമായോ ലഭിക്കാവുന്നതാണ്. പൊതുവെ നന്മകൾ വന്നു ചേരുന്നതിനായി ശ്രീകൃഷ്ണസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ഒന്നുപോലെ പ്രാർത്ഥിക്കുന്നത്, ബുധനാഴ്ചകളിൽ തുളസിമാല ഭഗവാന് സമർപ്പിക്കുന്നതോടൊപ്പം ഹരേ രാമ ഹരേ കൃഷ്ണ ചൊല്ലുന്നതും ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഗുണഫലങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ്. കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദത്തിന്റെ അവസാന പാദവും പൂയവും ഐല്യവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രം. ഈ രാശിക്കാർക്ക് 7ാമിടത്തേക്ക് ബുധൻ വരുന്നതിനാൽ വിദ്യയും ബുദ്ധിയും അറിവും നല്ല വേഷാലങ്കാരങ്ങളും സൗന്ദര്യവർദ്ധക വസ്തുക്കളുമൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. ബുദ്ധി പ്രകടിപ്പിക്കുവാനും വിദ്യയിൽ പ്രമോഷന്, അതായത് മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കുന്നതിനുള്ള സാധ്യത ഉണ്ടാകുന്നു. ബുദ്ധി പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കുന്നതാണ്. നല്ല വേഷ അലങ്കാരങ്ങൾ കലാമത്സരങ്ങളിലൊക്കെ ചെയ്യുന്ന ആ പ്രവർത്തനത്തിന് അംഗീകാരമോ പ്രോത്സാഹനമോ ലഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഇണയുടെ സ്വത്ത് അനുഭവയോഗ്യമായി തീരുന്നതാണ്. കലഹശീലമുള്ള ഇണയിൽ നിന്നും കുറച്ച് ഒരു അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരാം. അതുപോലെ തന്നെ ദൂരയാത്രകൾ, സകുടുംബം ഒരു ആത്മീയ യാത്രകളിൽ അല്ലെങ്കിൽ പുണ്യക്ഷേത്ര ദർശനങ്ങൾ അല്ലെങ്കിൽ പുണ്യസ്ഥല സന്ദർശനങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവും. കുടുംബത്തിൽ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഭജനയോ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിലുള്ള ഒരു തുടക്കം കുറിക്കലോ ഉണ്ടാകാവുന്നതാണ്. അപ്പൊ തീർച്ചയായും 7ാം ഭാവത്തിൽ ബുധൻ നിൽക്കുമ്പോൾ വിവാഹ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു പരിധിവരെ മാറി കുടുംബ സമാധാനം നിലനിർത്തിക്കൊണ്ടുപോകാൻ ഈ 18 ദിവസവും സാധിക്കും. ഹനുമാൻ സ്വാമിയുടെയും മൂകാംബിക ദേവിയുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് ചിങ്ങം രാശി എന്ന് പറയുന്നത് മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യപാദം വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധന്റെ രാശിമാറ്റം, അതായത് 6ാമിടത്തേക്കുള്ള ബുധന്റെ രാശിമാറ്റം ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, വീടിനെടുത്തിരുന്ന ലോണ്, കടം, അങ്ങനെ എന്തെങ്കിലും കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇരട്ടിയായി മാറും. അതായത് പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ധനസഹായം ചെയ്തിരുന്നവരിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ ഒക്കെ നോട്ടീസോ അപഖ്യാതിയോ അപവാദമോ എന്തെങ്കിലും ദുഷ്പേരുകളോ കേൾക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു വരും. എവിടെയും ഒരു പരാജയ ഭീതി, എപ്പോഴും വിജയിച്ചു നിന്നിരുന്ന അവർക്ക് പരാജയ ഭീതി തന്നെ വന്നു ചേരും. അപ്പൊ തീർച്ചയായും വിഷമ പ്രതിസന്ധികൾ വരുമ്പോൾ മനസ്സ് വേദനിച്ച് മാറി നിൽക്കാതെ മൂകാംബിക ദേവിയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും വരാഹി ദേവിക്ക് അർച്ചനയും പ്രാർത്ഥനയും ഒക്കെ ചെയ്ത് ആത്മധൈര്യം വീണ്ടെടുക്കുകയും നഷ്ടപ്പെട്ട ബുധൻ ബൗദ്ധികമായ അറിവ്, അതുപോലെ തന്നെ ലൗകിക സുഖങ്ങൾ എല്ലാം ഒന്നൊന്നായി നേടിയെടുക്കുന്നതിനായി പ്രാർത്ഥനയുടെ അളവ് കൂട്ടുക.
പുലർച്ചെ 4 മണിക്കും 6 മണിക്കും ഇടയിലോ അല്ലെങ്കിൽ രാത്രിയിൽ 8 മണിക്കും 10 മണിക്കും ഇടയിലുള്ള സമയത്ത് വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയെയും ആഞ്ജനേയസ്വാമിയെയും പ്രാർത്ഥിക്കുന്നത്, മൂകാംബിക ദേവിയുടെ പഞ്ചരത്ന സ്തോത്രം ജപിക്കുന്നതൊക്കെ വിദ്യയ്ക്കായാലും ഭൗതികപരമായാലും ലൗകികപരമായാലും വന്നു ചേരാവുന്ന എല്ലാ കഷ്ടങ്ങളും മാറ്റുന്നതിന് സഹായകമാകും. ഇനി കന്നിരാശി. കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രത്തിന്റെ അവസാന 3 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യ 2 പാദവും ചേരുന്ന 2 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിലേക്കുള്ള ബുധന്റെ രാശിമാറ്റം ഈ മന്ത്രതന്ത്രങ്ങളിലൊക്കെ അതായത് അവരുടെ രാശ്യാധിപനായ ബുധൻ മന്ത്രതന്ത്രങ്ങൾ ഒക്കെ ചെയ്യുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കിത്തരും. ചെറിയ ചെറിയ പൂജകള്, കുടുംബത്തിൽ ഗണപതി ഹോമം കഴിക്കാനായിട്ട്, അതുപോലെ തന്നെ വാരാഹി മന്ത്ര പൂജ, പഞ്ചമി പൂജ, അതുപോലെ തന്നെ ത്രിശതി ജപിക്കുക, ഇതൊക്കെ ചെയ്യുന്നതോടുകൂടി കലാരംഗത്ത് വൻപിച്ച നേട്ടങ്ങൾ, സിനിമ സീരിയൽ രംഗങ്ങളിൽ അഭിനയിക്കുന്നവർക്ക്, അതിൽ ജോലി ചെയ്യുന്നവർക്ക്, അതുപോലെ തന്നെ ചിത്രം വരയ്ക്കുന്നവർക്ക്, അതുപോലെ ഭൗതികപരമായിട്ട് ഈ അഡ്വക്കേറ്റ്, അതുപോലെ തന്നെ ഈ കലഹങ്ങളൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നവര്, അധ്യാപകർ തുടങ്ങിയവർക്കൊക്കെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള ഒരു അവസരം വരികയും, എന്നാൽ സന്താനങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ എത്താത്തത് കൊണ്ട് അല്പം മാനസിക വേദനയോടെയാണെങ്കിലും ത്രിശതി ജപിക്കുകയും മൂകാംബിക പഞ്ചരത്ന സ്തോത്രം ജപിക്കുകയും വിദ്യാഗോപാല മന്ത്രം ജപിക്കുകയും ചെയ്യുന്നതോടുകൂടി കാര്യങ്ങൾ ഒരു പരിധി വരെ വിജയത്തിൽ എത്തിക്കുവാൻ സാധിക്കുകയും ആ വിജയം ആഘോഷിക്കുവാനും അംഗീകരിക്കുവാനുമുള്ള അവസരം സ്വയം നേടിയെടുക്കുകയും ചെയ്യും. അടുത്തതായി തുലാരാശി. തുലാരാശി എന്ന് പറയുമ്പോൾ ചിത്തിരയുടെ അവസാന 2 പാദവും ചോതിയും വിശാഖവും വരുന്ന 2 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിലേക്കുള്ള ബുധന്റെ രാശിമാറ്റം വളരെ ഗുണഫലങ്ങളാണ്. വീട് ഇല്ലാതെ വിഷമിച്ചിരുന്നവർക്ക് വീടിനുള്ള അപേക്ഷകളൊക്കെ സാങ്ഷൻ ചെയ്തു വരുവാനുള്ള യോഗം കാണുന്നു. പഞ്ചായത്ത് തലത്തിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ എന്തെങ്കിലും അറിയിപ്പുകൾ, ഗൃഹനിർമ്മാണവുമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കാം. പ്ലാനുകളൊക്കെ കൊടുത്തിട്ടത് പാസ്സാവാതെ കിടക്കുന്നവർക്ക് അതിനൊക്കെ പാസ്സായി കിട്ടുവാനുള്ള അവസരം ലഭിക്കുക. വരാഹി ദേവിയെ നിത്യം പ്രാർത്ഥിക്കുകയും പൂജ ചെയ്യുകയും ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ള ഗുണഫലങ്ങളും നൽകും. പരീക്ഷകളും ഇന്റർവ്യൂകളും ഒക്കെ എഴുതി പരാജയ ഭീതി ഉണ്ടായിരുന്നവർക്ക് വിജയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും വീണ്ടും പുനഃപരീക്ഷ എഴുതുകയോ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കുകയോ ചെയ്യാം. സാമാന്യം നല്ല വിജയം വന്നു ചേരുവാനുള്ള ഒരു സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. ഏത് മത്സര പരീക്ഷകളിലും ഏത് കർമ്മരംഗത്തും വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ മൂകാംബിക ദേവിയുടെ പഞ്ചരത്ന സ്തോത്രവും വരാഹി ദേവിയുടെ പൂജയും ചെയ്യുന്ന മൂലം എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. വൃശ്ചിക രാശി. വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ വിശാഖത്തിന്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും ചേരുന്ന 2 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിലേക്ക് വരുന്ന ബുധന്റെ മാറ്റം കുറച്ച് സഹോദരന്മാരിൽ നിന്നും സഹോദര സ്ഥാനീയരിൽ നിന്നും സഹായ സഹകരണങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ്. എന്നാൽ ചിലപ്പോൾ അവരെ കൊണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ സുഹൃത്തുക്കളായാലും സഹോദരങ്ങളായാലും മനസ്സിന് വിഷമം വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് കുടുംബത്തിന് തന്നെ മോശമായി തീരുകയും ചെയ്യും. ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കുവാനുള്ള സാഹചര്യവും സുഹൃത്തുക്കളാലോ ബന്ധുജനങ്ങളാലോ വന്നു ചേരാവുന്നതാണ്. പല വിധത്തിലുള്ള ആരോഗ്യ പ്രതിസന്ധികള്,
സന്താനങ്ങളെ കൊണ്ട് അപഖ്യാതി, അതുപോലെ തന്നെ ഇണയ്ക്ക് ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ കുറവുകളെല്ലാം വന്നു ചേരാം. ഈ സാഹചര്യത്തിൽ രാശിനാഥയായ ഭദ്രകാളിയെ നന്നായി പ്രാർത്ഥിക്കുകയും ശനീശ്വരന് കണ്ടകശനിക്കാലമായതിൻ്റെ കുടുംബ ഛിദ്രങ്ങളൊക്കെ ഒഴിവാക്കി മനസമാധാനം വരുന്നതിനായി ഭദ്രകാളിയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ല ഗുണഫലം നൽകും. ധനുസ് രാശി. ധനുസ് രാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യപാദം വരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രാശിയിൽ നിന്നും രണ്ടാമത്തെ രാശിയിലേക്ക്, അതായത് ധനുസ് രാശിയുടെ അടുത്ത രാശിയായ മകരൻ രാശിയിലേക്കുള്ള ബുധന്റെ രാശി മാറ്റം സാമാന്യം അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇവർക്ക് വന്നു ചേരുന്നത്. ധനഭാഗത്ത് കടം കൊടുത്ത പൈസയൊക്കെ അല്പസ്വല്പമായി തിരിച്ചു കിട്ടുവാൻ വ്യാഴം പിഴച്ചു നിൽക്കുന്ന സമയത്ത് ബുധന്റെ ഈ മാറ്റം അനുകൂലമായ സ്ഥിതികൾ വരും. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നതിന്, സ്ഥലം മാറ്റത്തിന് അപേക്ഷ കൊടുക്കുന്നതിന്, ഇഷ്ടസ്ഥലത്തേക്കുള്ള അപേക്ഷ കൊടുത്ത് അതിൽ വേണ്ട നടപടികൾ എടുക്കുന്നതിന്, മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നതിന്, സർക്കാർ തലത്തിലും അതുപോലെ തന്നെ കലാരംഗത്തുമൊക്കെ അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കുന്നതിന്, സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കുന്നതിനൊക്കെ യോഗം കാണുന്നു. പൂർവിക സ്വത്തിന്റെ കാര്യത്തിലും തർക്കങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ ഒരു വിധത്തിൽ പരിഹരിക്കുന്നതിന് സാധിക്കുന്നത് കൊണ്ട് രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അവതാര രൂപങ്ങൾ, അതായത് ഹനുമാൻ സ്വാമി, നരസിംഹസ്വാമി, ശ്രീകൃഷ്ണസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നതും മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതും, അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ വരാഹി ദേവിക്ക് പഞ്ചമി നാളിലും ബുധനാഴ്ചകളിലും ഒക്കെ അർച്ചന ചെയ്യുന്നത്, വെളുത്തവാവ് ദിവസം അർച്ചന ചെയ്യുന്നതൊക്കെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. മകരം രാശി. മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടത്തിന്റെ അവസാന 3 പാദവും അതുപോലെ തന്നെ തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യ പാദവും ചേരുന്ന 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ബുധന്റെ രാശിമാറ്റം, അതായത് ധനുരാശിയിൽ നിന്നും സ്വന്തം രാശിയിലേക്കുള്ള ബുധന്റെ രാശിമാറ്റം അനുകൂല ഫലങ്ങൾ നൽകുന്നതാണ്. അതായത് ലഗ്നത്തിൽ ബുധൻ വരുമ്പോൾ സംസാര ചാതുര്യം കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കുകയും മറ്റുള്ളവരെ സത്യാവസ്ഥ ബോധിപ്പിക്കാൻ സാധിക്കുന്നത് മൂലം കേട്ടിരുന്ന പഴികൾ, ചെയ്യാത്ത തെറ്റിന് പഴി കേട്ടിരുന്നതൊക്കെ ഒരു വിധത്തിൽ കാര്യം പറഞ്ഞ് മേലധികാരികളെ ബോധ്യപ്പെടുത്തുവാനും മത്സരങ്ങളിലും അതുപോലെ തന്നെ ചില അപഖ്യാതികളിലൊക്കെ പെട്ടിരുന്നതെന്ന് ഒരു മോചനം ലഭിക്കുന്നതാണ്. എല്ലായിടത്തും പരിഹാസവും പുച്ഛവും അനുഭവിച്ചിരുന്ന ആ നാളുകളെല്ലാം മാറി എല്ലാവിധ കുടുംബ സൗഖ്യവും കർമ്മരംഗത്ത് വളർച്ചയും അതുപോലെ തന്നെ എവിടെയും ഒരു സ്ഥാനവും മാനവും അംഗീകരിക്കപ്പെടലും എല്ലാം സംഭവിക്കുന്ന ഈ ചുരുങ്ങിയ കാലം ബുധന്റെ ഏറ്റവും അനുഗ്രഹമായ ബുധനാഴ്ചകളിൽ പച്ചവസ്ത്രം ധരിക്കുന്നത്, ചെറുപയർ ദാനം ചെയ്യുന്നത്, ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല ചാർത്തുന്നത്, മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നത്, കുബേരലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ കൂടുതൽ കൂടുതൽ ഗുണഫലങ്ങൾ നൽകുകയും ലോട്ടറി ഭാഗ്യം പോലെയുള്ള എന്തെങ്കിലും മനസ്സിന് സന്തോഷം നൽകുന്ന, കുടുംബത്തിന് സമാധാനം നൽകുന്ന, സർവൈശ്വര്യങ്ങളും വന്നു ചേരുന്ന എന്തെങ്കിലും ഒരു നല്ല അനുഭവം ഈ മകരൻ രാശിക്കാരെ തേടി ഈ 18 ദിവസത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ഇനി നമുക്ക് കുംഭം രാശി. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധന്റെ രാശി മാറ്റം 12ാം രാശിയിലേക്ക് വരുമ്പോൾ മറഞ്ഞ ബുധൻ എന്നത് പറയുന്നത് നിറഞ്ഞ ബുദ്ധിയാണ്. അതായത് എല്ലാം അറിയാം, പക്ഷെ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിലും പല സന്ദർഭങ്ങളിലും സത്യാവസ്ഥ മനസ്സിലാക്കിക്കുവാൻ ശ്രമിക്കും, പക്ഷെ പൂർണ്ണ രീതിയിൽ അതിൽ വിജയിക്കുവാൻ കഴിയില്ല. പക്ഷെ കാലം എല്ലാതും ചെയ്തതെല്ലാം പറഞ്ഞതെല്ലാം ശരിയായിരുന്നു എന്ന് ഒരു തിരിച്ചറിവ് വരുമ്പോഴേക്കും അല്പം സമയനഷ്ടം വരുമെങ്കിലും വിജയത്തിൽ എത്തിച്ചേരാൻ കഴിയുക തന്നെ ചെയ്യും. എല്ലാവരുടെയും പ്രീതി പിടിച്ചുപറ്റി ഗുണഫലങ്ങളോടുകൂടി എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഭവിച്ച് ജീവിക്കുവാൻ ഇക്കൂട്ടർക്ക് യോഗം വരുന്നതാണ്. ആദ്യം അല്പം പ്രതിസന്ധികൾ ഉണ്ടാവുന്നത് കൊണ്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല ചാർത്തുന്നതും ശനീശ്വര പൂജ ചെയ്യുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും.
ഇനി അവസാനമായി മീനം രാശി. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്തിലേക്ക് വരുന്ന ബുധന്റെ രാശിമാറ്റം, കർമ്മരംഗത്ത് 10ാം ഭാവത്തിൽ നിന്നും 11ാം ഭാവത്തിലേക്ക് വരുന്ന ബുധന്റെ രാശിമാറ്റം, അതായത് രാശ്യാധിപൻ 3ാം ഭാവത്തിൽ നിന്ന് അല്പം കഷ്ടനഷ്ടങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ധനസ്ഥാനത്തേക്കുള്ള ബുധന്റെ രാശിമാറ്റം അല്പം ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ചില ഓവർ ടൈം വർക്കുകളോ അല്ലെങ്കിൽ ഒന്നിലേറെ ജോലി ഒരേ സമയം ചെയ്യുവാനോ, ഏതെങ്കിലും സഹോദര സ്ഥാനീയരിൽ നിന്നോ വിദേശത്തു നിന്നോ സർക്കാരിൽ നിന്നോ മറ്റേതെങ്കിലും മേഖലയിൽ നിന്നോ അല്പസ്വല്പം ധനം വന്നു ചേരുവാനുള്ള യോഗം കാണുന്നു. അത് ലോട്ടറി ഭാഗ്യമാവാം, അല്ലെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റിൽ നിന്നാവാം, അതുമല്ല എങ്കിൽ ഷെയർ മാർക്കറ്റിലൊക്കെ വിജയിക്കുവാനുള്ള യോഗം കാണുന്നു. അപ്പോൾ വ്യാഴം പിഴച്ചു നിൽക്കുന്ന അവസരത്തിലാണെങ്കിൽ പോലും ബുധന്റെ രാശി മാറ്റം അനുകൂലമായൊരു സാഹചര്യം ഈ മീനൻ രാശിക്കാർക്ക് വന്നു ചേരുന്നതാണ്. മീനം രാശിക്കാരെന്ന് പറയുന്നത് പൂരിട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും വരുന്ന 2.25 നക്ഷത്രം. പൊതുവെ പറഞ്ഞാൽ ഇത് 27 നക്ഷത്രക്കാർക്കും അതായത് 12 രാശിക്കാർക്കും ബുധന്റെ രാശിമാറ്റം ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളാണ് നൽകുന്നത്. അപ്പോൾ എല്ലാ നന്മകളും എല്ലാ ലൗകിക സുഖങ്ങളും അനുഭവിക്കുവാൻ ജഗദീശ്വരി അനുഗ്രഹിക്കട്ടെ. മൂകാംബിക ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.